ഞാൻ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാനെന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ടർബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബത്തിലും ഒരു അഭിനേതാവ് ഉണ്ടായിരുന്നു, ശ്രീ പ്രേം നസീർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ മാമനും അമ്മയുടെ കൊച്ചച്ഛനും ഒക്കെയാണ്. ടർബോയുടെ റിവ്യൂ ചെയ്ത് തീർന്നല്ലേ? അല്ല, ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ഞാൻ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാനെന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ടർബോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്ക് ആക്ഷനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മമ്മൂക്കയുടെ ഭയങ്കര ഒരു ആക്ഷൻ, ഈ ഒരു പ്രായത്തിൽ പുള്ളി കാണിക്കുന്ന ഒരു ആക്ഷൻ്റെ ഒരു ഭയങ്കര എനർജി ഉള്ള പടമാണ്. നീ ഒന്ന് തമിഴിൽ തെലുങ്കിലൊക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പടം. ഗംഭീരമാണ്. ഞാൻ പുള്ളി ആദ്യമായിട്ട് ഇവിടെ വേറൊരു സിനിമയുടെ ഇതിന് പ്രൊമോഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ഒരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി സ്ക്രീനിലെ പെർഫോമൻസ് ഭയങ്കര ഒരു രക്ഷയില്ല. പുള്ളി വില്ലൻ എന്നുള്ള ലാസ്റ്റ് മിനിറ്റ് വരെ നന്നായിട്ട് തോന്നി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഫിലിം കാണാനുള്ളൊരു തോന്നലുള്ളത് നമുക്കിപ്പം ഓടുന്നതിൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ആക്ഷനും എല്ലാം ഫുൾ പാക്ഡ് ആയിട്ട് ഒരു മൂവി ആയതുകൊണ്ട് വീണ്ടും ഈ പടം കാണാൻ വേണ്ടി നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് കൊള്ളാം, പിന്നെ അദ്ദേഹത്തിന് ആക്ഷനൊക്കെ കൊള്ളാം. മൊത്തത്തിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു അതിൽ കാഴ്ചവെച്ചത്. അതിൽ ആ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു കോമഡി കണ്ടന്റ് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു. ശ്രീ മമ്മൂട്ടിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പക്ക കോമഡി ആക്ഷൻ പടമല്ലേ? കോമഡി പ്ലസ് കൂടുതൽ ആക്ഷനാണ്, പക്ഷെ കോമഡി ഉണ്ട്. അവസരത്തിനനുസരിച്ചുള്ള കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പടം ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വന്നിരുന്നു. അപ്പോൾ അത് ഈ പടത്തിനെ ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടി സാറിൻ്റെ പടമൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഫാനൊന്നല്ല, എനിക്ക് ഇഷ്ടമാണ്. കാരണം എൻ്റെ കുടുംബത്തിലും ഒരു അഭിനേതാവ് ഉണ്ടായിരുന്നു, ശ്രീ പ്രേം നസീർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ മാമനും അമ്മയുടെ കൊച്ചച്ഛനും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് സിനിമ പാരമ്പര്യമായിട്ട് ഒരു ഇതുണ്ട്. ആ കുടുംബത്തിലാണ് ഞാനും. നല്ല സൂപ്പറാണ്. ശരിക്കും ടർബോ പോലെ ഉണ്ട്. ടർബോ പോലെ തന്നെയാണ്. അത്ര പവറാണ്. അടിപൊളിയായിരുന്നു. കൊള്ളാം, അടിപൊളിയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യപ്പോൾ നല്ല സൂപ്പറായിരുന്നു. നമുക്ക് സൂപ്പർ രക്ഷയില്ല. എല്ലാരും സൂപ്പറായിരുന്നു. നല്ല സിനിമയായിരുന്നു. സൂപ്പർ മൂവിയാ. എന്താണ് ഇഷ്ടപ്പെട്ടെന്നോ പടത്തിൽ? ഫൈറ്റിംഗ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും. മമ്മൂക്ക സൂപ്പറാണ്. ആക്ഷൻ സീനൊക്കെ അടിപൊളിയായിരുന്നു. മമ്മൂട്ടി അടിപൊളി. പ്രായത്തിൽ നല്ല അടിപൊളി. ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി പടം. വേറെ എന്താ പറയാനുള്ളത്? മമ്മൂട്ടി ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടിന്റെ ആക്ഷനൊക്കെ കൊള്ളാം. നല്ല സിനിമ. ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫൈറ്റ്. 72-ാം വയസ്സിൽ അടിപൊളി ഫൈറ്റ്.